മുള്ളാണ്, പക്ഷെ ഇതിന്റെ ഉള്ളിൽ നല്ല ഉണ്ട്, അതിൽ നല്ല കായുണ്ട്, പക്ഷെ ഭയങ്കര കൂമുള്ളാണ്. അയ്യോ ഇതിന്റെ കൊമ്പ് പൊട്ടിപ്പോയി. കൊട്ട നിറഞ്ഞു. പെങ്ങൾ ഇന്നലെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു ഔഷധ ഗുണമുള്ള കായ പറിച്ചുകൊണ്ടാണ് വന്നത്. ആ കായുടെ പ്രത്യേകത ഉണ്ട്, ഞങ്ങൾ വയനാട്ടുകാർ അതായിട്ട് സ്പെഷ്യലായിട്ട് സാധനം ഉണ്ടാക്കും. പക്ഷെ അവള് കൊടുന്ന കായ തികഞ്ഞിട്ടില്ല, അപ്പൊ കുറച്ച് കൂടുതൽ വേണം അത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ധാരാളം കാണുന്നൊരു കായാണ്. ആ കായ തെരഞ്ഞിട്ട് രാവിലെ തന്നെ ഞാനും ബിയമോളും റിച്ചും ഒക്കെ ഇറങ്ങിയതാണ്. പക്ഷെ എവിടെ തെരഞ്ഞിട്ടും ആ കായ കാണുന്നില്ല. ഇപ്പൊ ഞങ്ങളൊരു കുന്നിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ അതിന്റെ കുറച്ച് മരങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇതാണ് ആ കായ, ചുണ്ടക്കായ. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം കാണുന്ന കായാണ് ചുണ്ടക്കായ. പക്ഷെ ഇന്ന് ഞങ്ങൾ അത്രയും തെരഞ്ഞിട്ടാണ് ചുണ്ടക്കായ കണ്ടെത്തിയിട്ടുള്ളത്. ഈ കുന്നിലെ എല്ലാ ഭാഗത്തായിട്ട് കുറച്ച് മരങ്ങളുണ്ട്. അപ്പം അത് പറിച്ചെടുക്കുകയാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ. കണ്ട സന്തോഷത്തിൽ ബിയമോള് പറിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഈ ആദ്യം കണ്ട മരത്തിലേക്ക് പറിച്ചെടുക്കുകയാണ്. ചുണ്ടക്കായ നമ്മൾ ഇതുപോലെ കൊലയാക്കിയിട്ടാണ് പറിച്ചെടുക്കുന്നത്. ഇതൊക്കെ ധാരാളം ഉണ്ടായി വരുന്നുണ്ട്, ഇപ്പൊ ആവുന്നേ ഉള്ളൂ. അവള് നേരത്തെ കൊണ്ടുവന്നതുകൊണ്ട് ഞങ്ങളിത് പറിച്ച് പെട്ടെന്ന് എടുക്കുകയാണ്. ഇത് ഈ ഒരു മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഈ കാണുന്ന നല്ല വെള്ള പൂക്കളുണ്ട്, ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ആയി കിട്ടും. തൊഴിലുറപ്പൊക്കെ നാട്ടിൽ വന്നതിന് ശേഷം ചുണ്ടക്കായി ഒന്നും അങ്ങനെ കിട്ടാനില്ല. ഞങ്ങൾ സ്ഥിരമായിട്ട് പറിക്കുന്ന സ്ഥലമൊക്കെ ചെന്ന് നോക്കി. രാവിലെ ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. ഇവിടെ ഒരാൾ പറഞ്ഞു ഇവിടെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇവിടെ തന്നെ ഇത് ഒരു മരം കഴിഞ്ഞാൽ അടുത്തൊരു ഓരോരോ കുറ്റിക്കാടുകളാണിത്. ഇതൊക്കെ കാട് മൂടി കിടക്കുന്ന കുറച്ച് സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ അത് വെട്ടാത്തതുകൊണ്ടാണ് ഇത് കിട്ടിയത്. ഇത് ഈ മരത്തിലൊക്കെ ഉണ്ട്. ഈ ഭാഗത്തോട്ട് വന്നപ്പോൾ കുറെ മരങ്ങളുണ്ട്. അപ്പം പെങ്ങൾ ഒരു മരത്തുമ്പോൾ പറിക്കുക, റിച്ച് ഒരു മരത്തുമ്പോൾ ഞാനൊരു മരത്തുമ്പോൾ എല്ലാവരും വിട്ടുവിട്ടെന്ന് പറിക്കുകയാണ്. എല്ലാവരും ഓരോരോ മരം കണ്ടിട്ട് അങ്ങോട്ട് ഓടുകയാണ്. ഞാനും ബിയമോളെ ഒരു സൈഡിലാണ്, ഇതാ ബിപിടി. അപ്പം കൊട്ട റിച്ചുവിന്റെ അടുത്താണ്. അപ്പം ബിയമോളെ കൈ കൊടുക്കാണ് പറിക്കുന്നൊക്കെ. ഈ ഭാഗത്ത് ഇപ്പോൾ കുറച്ച് കൂടുതൽ കാണൽ തുടങ്ങി. വിട്ടുവിട്ടാണ് മരങ്ങൾ ഉള്ളത്. ഒന്ന് ഈ ഒരു ഭാഗത്താണെങ്കിൽ ഒന്ന് കുറച്ച് അപ്പുറത്ത് അങ്ങനെ ആയിട്ടാണ്. പക്ഷെ ചെറിയ മരങ്ങളാണ് ഇവിടെ ഉള്ളത്. വെട്ടിയത് ഇനി തളർത്ത് വന്നാണോ ഈ ഭാഗത്ത് ഇങ്ങനത്തെ ചെറിയ ഹൈറ്റ് കുറഞ്ഞ മരമാണോ അറിയില്ല. പക്ഷെ കുറെ ഉണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കുക. ഇതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇതിൽ നമ്മൾ വലുത് മാത്രം പറിച്ചെടുക്കുക, ചെറുതായിട്ടില്ല. അപ്പൊ വലുത് കുറച്ചെണ്ണം പറിച്ചെടുക്കുക. ഇതാരും കാണാതായി പോയതുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്. ഈ സീസണിൽ എല്ലാവരും ഇത് തിരഞ്ഞു നടക്കാറുണ്ട്. വയനാട്ടിൽ ഞങ്ങൾ ഈ സമയമായി കഴിഞ്ഞാൽ മഴയ്ക്ക് മുന്നായിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ പറിക്കാനായിട്ട് എല്ലാവരും നടക്കും. ഈ സമയത്താണ് ഇത് ഉണ്ടാവാറുള്ളത്, എല്ലാവർക്കും അറിയാം. പക്ഷെ ചില ആളുകൾക്കൊന്നും ഇതിന് ഇത്ര ഔഷധ ഗുണോ ഇതായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അറിയാത്തതുകൊണ്ട് അങ്ങനെ പറിക്കാറില്ല. പക്ഷെ അറിയുന്ന ആളുകൾ ഇത് കണ്ടാൽ വിടില്ല. ഇതും കൂണൊക്കെ കണ്ട പോലെയാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പറിച്ചു. ചുണ്ടക്കായ് പറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ചെറുതും പറ്റൂല, നല്ല മൂപ്പായതും പറ്റില്ല. ഇതുപോലെ ഇടത്തരം മൂപ്പായതേ പറ്റുള്ളൂ. അപ്പൊ അധികം ചെറുത് പറിച്ചാൽ നമുക്ക് കയ്പ്പ് വരും, കയ്പ്പ് രുചിയായിരിക്കും. മൂത്തത് പറിച്ചാൽ നമ്മൾ വേണ്ട മാതിരി അരച്ചെടുക്കാനും കഴിയില്ല. അപ്പോൾ ഇടത്തരം മാത്രം നോക്കി പറിക്കണം. ചെറുതൊക്കെ ഞങ്ങൾ വിടുകയാണ്. വീണ്ടും ഒന്നുകൂടെ മഴയ്ക്ക് മുന്നേ നമുക്ക് വന്നിട്ട് പറിച്ചെടുക്കാം. ഞങ്ങൾ ഈ സംഭവം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് വെയിൽ ആവശ്യമാണ്. ഞങ്ങൾ ഇത്രയും റിസ്ക് എടുത്തതിന് ഇവിടെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. രാവിലെ മുതലേ ഇറങ്ങിയിട്ട് ഈ കുന്നിലെത്തിയപ്പോഴാണ് ഇത് കാണൽ തുടങ്ങിയത്. പക്ഷെ ഇതിന്റെ ഉൾഭാഗത്തോട്ട് നമ്മളിങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഓരോ ഭാഗത്തും ഓരോരോ മരങ്ങളുണ്ട്. അപ്പം ഏതൊരു കാര്യത്തിനും റിസ്ക് എടുത്താൽ നമുക്ക് എന്തായാലും അത് നേടിയെടുക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് പറ്റി. എന്നുവെച്ചാൽ രാവിലെ അത്രയും നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ വീടിന്റെ ചുറ്റുള്ള എല്ലാ സ്ഥലങ്ങളും ഞങ്ങളെ തോട്ടത്തിൽ തന്നെ കുറെ നടന്നു. പക്ഷെ എവിടെയില്ല. തോട്ടത്തിൽ പണിക്കാരൊക്കെ കാപ്പിക്കൊക്കെ വളരുന്ന സമയത്ത് കണ്ടിരുന്ന അവർ വെട്ടിക്കളഞ്ഞതാണ്. എല്ലാവരും ഇത് നിസ്സാരാക്കി വെട്ടിക്കളയും, അതാണ് പ്രശ്നം. ഇതിൽ ചെറിയ മുള്ളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട്. പക്ഷെ മറ്റേ ചുണ്ടേന്റെ അത്ര മുള്ള് ഇതിനില്ല. വലിയ ചുണ്ടയ്ക്കാണ് മുള്ള് കൂടുതൽ, ചെറിയ ചുണ്ടയ്ക്ക് മുള്ള് കുറവാണ്. എന്നാലും ഇതൊക്കെ ഒരു കാടായിട്ടാണ് ആളുകളൊക്കെ കാണുന്നത്. അപ്പം വെട്ടിക്കളയും. അപ്പം കാട് വെട്ടാതിരുന്നാൽ ഇതുപോലുള്ള ഔഷധ ഗുണമുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ നാട്ടിലും കാട്ടിലൊക്കെ ഉണ്ടാവും. ഇതൊക്കെ വെട്ടിക്കളയുന്നത് കൊണ്ടാണ് ഇതൊന്നും ഇല്ലാതായി പോകുന്നത്. അപ്പൊ ഞങ്ങൾ കുറച്ചും കൂടെ അങ്ങോട്ടൊക്കെ പോയി നോക്കട്ടെ. എന്തായാലും വന്ന സ്ഥിതിക്ക് ഇവിടുന്ന് കിട്ടുന്ന മാക്സിമം പറിച്ചെടുക്കണം. അപ്പൊ ആ സൈഡിലൊക്കെ കുറച്ചുണ്ടാകുമ്പോൾ ഇനി അങ്ങോട്ട് പോവാം. ഇത് കൂമുള്ളാണ്. ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇത് തട്ടിക്കഴിഞ്ഞാൽ നല്ല റിയാക്ഷൻ ഉണ്ടാവും, നല്ല മുള്ളും കുത്തും. അതിന്റെ ഇടയ്ക്കായിട്ട് ഒരു മരമുണ്ട്. അപ്പൊ ഞാൻ ഷൂ ഇട്ടതുകൊണ്ട് ഇനി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പറിക്കണം. ഇതാണ് ആ മരം. അപ്പൊ ഇതിന് കിട്ടുന്ന നമ്മൾ കൊലയായിട്ട് പറിച്ചെടുക്കാം. അതിലൊക്കെ നല്ല ആയതുണ്ട്. ചുണ്ടയിലും മുള്ള്, ചുണ്ട ഉണ്ടായിരിക്കുന്നത് മുള്ളിന്റെ കൂട്ടത്തിൽ, ഇങ്ങനെ ഫുൾ മുള്ളിന്റെ ഉള്ളിലാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് നമ്മൾ പറിച്ചെടുക്കും, വിട്ടുകൊടുക്കൂല. ഈ മരത്തിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു, എല്ലാം അത്യാവശ്യം വലിപ്പമുള്ള കായ്കളാണ്. ഇതിന് ഇത്രയും കിട്ടിയിട്ടുണ്ട്. തെരഞ്ഞു പറിക്കുന്നതുകൊണ്ട്, വലുത് മാത്രം പറിക്കുന്നതുകൊണ്ടും കൊട്ട നിറഞ്ഞിട്ടില്ല. അപ്പം ആ സൈഡിലോട്ടൊക്കെ പോയിട്ട് എന്തായാലും കൊട്ട നിറച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോകുള്ളൂ. അപ്പൊ ഞങ്ങൾ ഉള്ളത് നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലത്താണ്, ഒരു കുന്നിന്റെ മുകൾ ഭാഗത്താണ്. ഇവിടെ നമുക്ക് ഞങ്ങളെ ചുറ്റുള്ള എല്ലാ കാര്യങ്ങളും, റിസോർട്ടുകളുണ്ട്, അതുപോലെ തന്നെ എസ്റ്റേറ്റും എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല കുന്നിന്റെ മുകളിലാണ് ഞങ്ങളുള്ളത്.
ഇവിടെ വന്നപ്പോൾ വേറൊരു ഐഡിയയും കൂടെ കിട്ടി. ഞങ്ങൾ വീടിന്റെ നിൽക്കുന്നതിന് കുറച്ച് ദൂരെയാണെങ്കിലും പോത്തിനെയൊക്കെ ഇങ്ങോട്ട് മേയ്ക്കാൻ കൊണ്ടുവരണം. നല്ല പുല്ലുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇനി പോത്തിനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം. കുറച്ച് ദൂരം കൊണ്ടുവന്നാലും നല്ല മേഞ്ഞു കഴിഞ്ഞാൽ നല്ല പുല്ലുണ്ട്. ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെയാണ്. നമ്മൾ കൊങ്ങിണിപ്പൂവിന്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ്. ഇത് കൊങ്ങിണിയുടെ ചെടിയാണ്. ഇതിന്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ് ചുണ്ടക്കായ ഉള്ളത്. അപ്പം ഇതും പറിച്ചെടുക്കും. ഇപ്പൊ നല്ല വെയിൽ വന്നിട്ടുണ്ട്. വെയിലായാലും ഞങ്ങൾ ഇത് കണ്ടതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ കാണുന്നതുകൊണ്ട് അതിന്റെ ഓട്ടത്തിലാണ്. വെയിലൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. എന്തായാലും ഇത് പറിച്ചെടുക്കണ്ടേ. വെയിലൊന്നും നമ്മളൊരു വിഷയമാക്കുന്നില്ല. നമ്മളെ കൊട്ട നിറയാനായിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ നല്ലൊരു മരം കണ്ടിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലുത് തന്നെ ഉണ്ട്. ഇതും കൂടെ പറിച്ചാൽ നമ്മളെ കൊട്ട നിറഞ്ഞു കിട്ടും. കൊണ്ടുവന്ന കൊട്ട ശേഷം നിറഞ്ഞു കിട്ടും. അയ്യോ, അതിന്റെ കൊമ്പ് പൊട്ടിപ്പോയി. കുറച്ച് ടൈറ്റ് ചെയ്ത് ഗ്യാപ്പിലുണ്ടായത്. അപ്പം ചെറിയ കമ്പ് പൊട്ടിയിട്ടുണ്ട് ഇതിന്റെ. ഇതിന്ന് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ചെറുതൊന്നും ഇപ്പോൾ പറിക്കുന്നില്ല, വലുത് മാത്രമേ പറിച്ചിട്ടുള്ളൂ. കൊട്ട ഏകദേശം നിറയാനായി. 2 മരത്തിലൂടെ കണ്ടിട്ടുണ്ട്. അതും കൂടെ പറിച്ച് നമുക്ക് ശേഷം മുഴുവനായിട്ട് തന്നെ കൊട്ട നിറഞ്ഞു കിട്ടും. ആ മരത്തിലൂടെ കുറച്ചുണ്ട്. ഇതിലൂടെ പറിച്ചിട്ട് നമുക്ക് നിർത്താം. നമ്മൾ നിർത്തുന്ന സമയത്ത് ഒരു മരത്തിൽ കണ്ടതാണ്. ഇതിലും കുറച്ചുണ്ട്. അത് അത്യാവശ്യം വലുപ്പമുള്ള തന്നെ. അപ്പോൾ ഇതിലൂടെ പറിച്ചിട്ട് നമ്മൾ നിർത്തുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കാന്താരിമുളക് പറിക്കാനുണ്ട്. അപ്പോൾ അത് ഫാമിൽ ചെന്നിട്ടാണ് പറിക്കുന്നത്. അപ്പം കൊട്ട നിറഞ്ഞതുകൊണ്ട് ഈ മരം കൂടെ പറിച്ച് നിർത്തി. ഞാൻ ഇത്രയും പറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാന്താരിമുളക് പറിക്കണം. അതിന് ഫാമിലായിട്ട് പോവുകയാണ് നമ്മൾ. വരാം. ചുണ്ടക്കായൊക്കെ പറിച്ച് ഞങ്ങൾ ഫാമിലെത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കാന്താരിമുളക് പറിക്കുകയാണ്. എല്ലാവരുടെ കയ്യിനൊക്കെ നല്ല പരിക്കുണ്ട്. ചുണ്ടക്കായ പറിക്കാൻ പറ്റി മുള്ളൊക്കെ കുത്തിയിട്ടുണ്ട്. അപ്പം ഇനി പെട്ടെന്ന് തന്നെ കാന്താരിമുളക് പറിച്ചെടുക്കാൻ. ഞങ്ങൾ ഫാമിൽ ധാരാളം കാന്താരിമുളക് ഉണ്ട്. അപ്പം ഇത് പെട്ടെന്ന് തന്നെ പറിച്ചാവും. ഇതൊക്കെ ഒരു വലിയ മരമാണ്. അപ്പം ഉമ്മ ഒരു സൈഡിലുണ്ട്, പെങ്ങളൊരു സൈഡിൽ, എല്ലാവരും ഒരു ഭാഗത്ത് നിന്നിട്ട് കാന്താരിമുളക് പറിച്ചെടുക്കുക. നല്ല ഇടമഴയൊക്കെ കിട്ടിയോണ്ട് ധാരാളം കാന്താരിമുളക് ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ചേർന്ന് മുളക് പറിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മുളക് ആയി വരുന്നുണ്ട്. പഴുത്തതും ഉണ്ട്. നമ്മൾ പറിച്ചിട്ടതിലൊക്കെ പഴുത്തതും പച്ചയൊക്കെ മിക്സ് ചെയ്ത് തന്നെയാണ് പറിക്കുന്നത്. അത്യാവശ്യം നല്ല മുളകുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് ആയി കിട്ടുന്നത്. ഇത് കാന്താരി പറിക്കാനൊക്കെ ഓരോ സമയം എടുക്കണം. ഇത് ഞങ്ങൾ കൂടുതൽ എല്ലാവരും പറിക്കുന്നതുകൊണ്ട് കൂടുതൽ മുളകുള്ളതുകൊണ്ടും പെട്ടെന്ന് തന്നെ ഇതൊക്കെ പറിച്ച് കിട്ടുന്നുണ്ട്. നമ്മൾ കാന്താരിമുളക് പറിക്കുന്നതിൻ്റെ അടുത്ത് ഒരു ചുണ്ടമരം ഇതാ. നമ്മൾ അത്രയും തെരഞ്ഞു കിടന്നിട്ട് ഇവിടെ ഇപ്പോൾ ഒരു ചുണ്ട കാണുന്നത്. ഇത് കായ്ച്ചിട്ടില്ല. നല്ല കരുത്തുള്ള ഒരു മരം. നമ്മുടെ ഫാമിലെ മരങ്ങളൊക്കെ കരുത്ത് കൂടും. നമ്മൾ ഇടയ്ക്ക് ബയോഗ്യാസിന്റെ സെറിയൊക്കെ തോട്ടത്തിൽ അടിക്കുന്നതുകൊണ്ട് നല്ല കരുത്തുള്ളൊരു ചുണ്ടമരം. ഇത് ഈ മുളക് കണ്ടില്ലേ, ഇവിടെ ഇഷ്ടം പോലെ മുളകാണ്. പെട്ടെന്ന് തന്നെ പറിച്ചു. അത്യാവശ്യം നല്ല മൂപ്പായ കാന്താരി മുളകാണ്. നല്ല കൊല കുത്തി ഉണ്ടായിട്ടതാ, നിറച്ചുണ്ട് ഇതിലൊക്കെ നോക്ക്. ഇന്ന് ഞങ്ങൾ പറിച്ചത് ഇത്ര ചുണ്ടക്കായും കാന്താരി മുളകാണ്. ഇത് ഉപയോഗിച്ച് ഞങ്ങൾ ഉണ്ടാക്കുന്നത് വടുകയാണ്. വയനാട്ടുകാർ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് വടുക. അപ്പൊ അതിൽ പ്രധാനമായും ചേർക്കുന്നത് ഇതുപോലെ ചുണ്ടക്കായും കാന്താരി മുളകുമാണ്. അപ്പൊ ഇത് രണ്ടും ചേർത്ത് വടുക ഉണ്ടാക്കുന്നത് നാളത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതാണ്.